ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ മീഷോന്ന് കുറച്ചധികം ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ്. കോഡ് സെറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഗൗണാണ് കേട്ടോ. ഫുള്ളായിട്ടുള്ള ഗൗണല്ല, ലെങ്ത്ത് കുറവാണ്, ബിലോ നീ ആയിട്ട് വരും കേട്ടോ. ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ റെഡ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇതാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയണത് ഇതുപോലെ നെക്ക് വന്നിട്ട് കോളർ നെക്കാണ്. അതുപോലെ ഫ്രണ്ടിൽ ഫുൾ ഓപ്പൺ ബട്ടണാണ് കേട്ടോ. ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റും. റെഡ് കളറിലുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ്, ബലൂൺ സ്ലീവ് പോലെ എൻഡിൽ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് റെഡ് കളറിലുള്ള ഒരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു വള്ളി ഉടുപ്പ് പോലെ വരും ഇട്ട് കഴിയുമ്പോൾ. ബാക്കിലേക്ക് ഇതുപോലെ ഷേപ്പിന് വേണ്ടിയിട്ട് രണ്ട് വള്ളി വേറെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫ്രിൽസ് ഇട്ട് നന്നായിട്ട് ഫ്ലെയറിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഫ്രിൽസ് ഇട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും ഒരു ഗൗൺ പോലെ തന്നെ കേട്ടോ. ഇത് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വന്നത് കേട്ടോ. ഇതിൻ്റെ സ്മോൾ തുടങ്ങി ലാർജ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ വാങ്ങിയത് ലാർജാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 350 ആണ് കേട്ടോ. റേറ്റ് കുറവാണ്, 350 ആണ്. നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കോഡ് സെറ്റാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് സൈഡ് ഫ്ലവർ ആണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സൈഡിലാണ് അതിൻ്റെ പ്രിൻ്റ് വന്നേക്കണത്. ഒരു പ്രത്യേകതരം പ്രിൻ്റാണ് കേട്ടോ. എന്താ ബ്ലാക്ക്, ഗ്രീൻ, അങ്ങനെ കളർ കോമ്പിനേഷനിൽ വന്നേക്കണ പ്രിൻ്റാണ്. റൈറ്റ് സൈഡിലാണ് അതിൻ്റെ മെയിനായിട്ട് ആ വർക്ക് വന്നേക്കണേ കേട്ടോ. അതുകൊണ്ട് തന്നെ വൺ സൈഡിൽ ഫ്ലവർ വന്നേക്കണതാണ് ഈ കോഡ് സെറ്റിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. അതുപോലെ ഷർട്ട് മോഡലാണ് കേട്ടോ ടോപ്പ് വന്നേക്കണത്. ഇറക്കമൊന്നുമില്ല. ഇറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ ഒരു ഷർട്ടിൻ്റെ ഒരു ലെങ്ത്ത് തന്നെയാണ് വന്നേക്കണേ കേട്ടോ. ഫ്രണ്ടിൽ ഫുൾ ബട്ടണൊക്കെ വെച്ചിട്ട് തന്നെ. അതുപോലെ തന്നെ ഫുൾ സ്ലീവാണ് വന്നേക്കുന്നത്. ഷർട്ട് പോലെ തന്നെ ഫുൾ സ്ലീവായിട്ട് വന്നേക്കുകയാണ് കേട്ടോ. ബാക്ക് നോർമലാണ്. ഇതിൻ്റെ പാൻറ്റിലും ഇലാസ്റ്റിക്കൊക്കെ നല്ല ഇലാസ്റ്റിക് തന്നെയാണ്. അതുപോലെ സെയിം പ്രിൻ്റ് തന്നെയാണ് നമ്മുടെ ഇതിൽ വന്നേക്കണം കേട്ടോ. പാൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഫുൾ വർക്ക് റൈറ്റ് സൈഡ് മാത്രം വരുന്ന രീതിയിൽ, ലെഫ്റ്റ് സൈഡ് ഫുൾ പ്ലെയിൻ ആയിട്ട് വരുന്ന പോലെയാണ് കേട്ടോ ഇത് വന്നേക്കണേ. നല്ല ഭംഗിയുണ്ട്. സ്റ്റൈൽ ചെയ്യുമ്പോഴും നല്ലതാണ്. ഇത് സെയിം മെറ്റീരിയൽ തന്നെയാണ്, റയോൺ മെറ്റീരിയൽ തന്നെയാണ്, ക്വാളിറ്റിയുള്ള റയോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 545 ആണ്. ഓഫറൊക്കെ കഴിയുമ്പോൾ അതിലും കുറവ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ലാർജ് തുടങ്ങി XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ വാങ്ങിയത് ലാർജാണ് കേട്ടോ. ഇതും നല്ലൊരു പ്രോഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ രണ്ട് സൈഡും പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കോഡ് സെറ്റിൻ്റെ സെയിം പിങ്ക് കളറിലും കൂടി അവൈലബിൾ ആണ് കേട്ടോ മീഷോയിൽ. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ടോപ്പും ബോട്ടവും കൂടി ചേർന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. ഇതിൻ്റെ നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഒരു പിസ്ത ഗ്രീൻ കളറിലുള്ള ടോപ്പയിൽ എല്ലാ കളറും മിക്സിങ് ആയിട്ടുള്ള പ്രിൻ്റാണ് വന്നേക്കണേ കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിയുമ്പോൾ കാണാനായിട്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള റയോൺ മെറ്റീരിയലാണ് ടോപ്പ് വന്നിട്ട്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിൽ മിഡിലായിട്ടൊരു വി ഷേപ്പിൽ കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള വേറെ വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഇതുപോലെ ഫ്ലവറിൻ്റെ പ്രിൻ്റാണ് വന്നേക്കണത് കേട്ടോ. സ്ലീവ് വന്നിട്ട് 3/4 ആണ്, നോർമൽ സ്ലീവാണ്. സൈഡിൽ സ്ലിറ്റൊക്കെ ഉണ്ട്. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സെയിം വർക്ക് തന്നെയാണ്, പ്രിൻ്റ് തന്നെയാണ് വന്നേക്കണത് കേട്ടോ. കാണാനൊരു പ്രത്യേക ഒരു ലുക്കാണ് കേട്ടോ ഇട്ട് കഴിയുമ്പോൾ. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുള്ള നോർമൽ പാൻറ്റാണ് കേട്ടോ. സാധാ ഒരു പാൻറ്റ് തന്നെയാണ്. മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ വേസ്റ്റ് ഭാഗത്ത് കൊടുത്തേക്കുന്ന ഇലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇലാസ്റ്റിക് തന്നെയാണ്. പാൻറ്റിൻ്റെ എൻഡിൽ, അതായത് ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്.
നോർമൽ പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ ഇതിന് വന്നേക്കുന്നത്. ഇത് ഞാൻ വാങ്ങിയ സൈസ് ലാർജാണ്. സ്മോൾ തുടങ്ങി XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 520 ആണ് കേട്ടോ. ഓഫറൊക്കെ കഴിയുമ്പോൾ അതിലും കുറവ് തന്നെയുണ്ട്. എന്തായാലും നല്ല കാണാനും എല്ലാം കൊണ്ടും നല്ല ലുക്കുള്ള നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു പലാസോ സെറ്റാണ് കേട്ടോ. കോട്ട് സെറ്റ് തന്നെ. ഇതും ജയ്പൂരി സ്റ്റൈലിലാണ് കേട്ടോ വന്നേക്കുന്നത്. വൈറ്റ് കളറിൽ നേവി ബ്ലൂ കളറിലും യെല്ലോ കളറിലൊക്കെ ഉള്ള പ്രിൻ്റാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്റ്റൈൽ ചെയ്യാനും നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഹൈ നെക്കാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലേക്ക് ഇതുപോലൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വുഡൻ്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ നല്ല ഫ്ലെയർ ഇട്ടാണ് അടിച്ചേക്കണത്. ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ വിടർന്ന് കിടക്കാൻ പാകത്തിന് നന്നായിട്ട് ഫ്ലെയർ ഇട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിൽ സ്ലിറ്റൊക്കെ ഇട്ടിട്ട് തന്നെ ഉള്ള ഒരു നല്ലൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇതിന് വിത്തൗട്ട് ലൈനിങ് ആണ്. എന്നാൽ തന്നെയും ഇതിന് ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല കേട്ടോ. നല്ല കംഫർട്ടബിളാണ് ഇടാനായിട്ട്. ഇനി ഇതിൻ്റെ ബോട്ടം വന്നിട്ട് പല്ലാസോ ആണ് കേട്ടോ. ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് ഒന്നുമില്ല കേട്ടോ. ബാക്കിൽ മാത്രം ഇലാസ്റ്റിക് ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ഇലാസ്റ്റിക് തന്നെയാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ള നല്ലൊരു പലാസോ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് പോക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മെറ്റീരിയൽ കംപ്ലീറ്റ് പോളി കോട്ടൺ ആണ്. എന്നാലും ചൂടെടുക്കണമൊന്നുമില്ല കേട്ടോ. നല്ലൊരു മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ വാങ്ങിയത് ലാർജാണ്. സ്മോൾ തുടങ്ങി XXL വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങുമ്പോൾ റേറ്റ് 899 ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ റേറ്റ് 470 ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഗൗൺ തന്നെയാണ് കേട്ടോ. ഫുള്ളായിട്ടുള്ള കിടക്കുന്ന ഒരു ഗൗണാണ്. ഇത് മോഡൽ ഡ്രസ്സുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും ഇട്ടാലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ചെസ്റ്റിൻ്റെ ഭാഗം കംപ്ലീറ്റ് ഇലാസ്റ്റിക് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ശരിക്കും അറ്റാച്ച് ആയിട്ട് കിടക്കുമ്പോൾ അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ നെക്കിൽ വന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രിൽസ് ഇട്ട് ഇലാസ്റ്റിക്കോടുകൂടി ഫ്രിൽസ് ഇട്ടിട്ടാണ് അടിച്ചേക്കണത്. അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗം ഫ്രണ്ടും ബാക്കും സെയിം നന്നായിട്ട് ഇലാസ്റ്റിക് ഇട്ട് അടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ലീവ് വന്നിട്ട് 3/4 ആണ് കേട്ടോ വരുന്നത്. സ്ലീവിൻ്റെയും എൻഡിൽ ഇലാസ്റ്റിക് ഇട്ട് ഫുൾ ഇലാസ്റ്റിക് വർക്കാണ് ഇതിനകത്ത് കംപ്ലീറ്റ് വന്നേക്കണം. ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഗൗണാണ് കേട്ടോ. ഫുള്ളായിട്ട് കിടക്കുന്ന ടൈപ്പ് ഗൗൺ തന്നെയാണ്. മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ് കേട്ടോ. ഇതെനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല. ഞാൻ അത്ര അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കും. നമുക്കത് അത്രയും ഇറുകി കിടക്കണത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വാങ്ങാതിരിക്കില്ല തന്നെയാണ് നല്ലത് കേട്ടോ. അല്ലാതെ വേറെ വിഷയമൊന്നും തോന്നിയില്ല. ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഇലാസ്റ്റിക്കിൻ്റെ പ്രശ്നം മാത്രമാണ് എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. ഇത് ഞാൻ വാങ്ങിയ സൈസ് വന്നിട്ട് ലാർജാണ്. ഇത് എക്സ്ട്രാ സ്മോൾ തുടങ്ങി XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 370 റുപ്പീസാണ്. ഓഫറെല്ലാം കഴിയുമ്പോൾ അതിലും കുറവ് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. ബൈ.